മുൻ മന്ത്രി വീണ ജോർജിന്റെ വീട്ടിൽ റീത്ത് കൊണ്ടുപോയി വെച്ച യൂത്ത് കോൺഗ്രസുകാരെ ന്യായീകരിച്ചിരുന്ന വിഷ്ണുനാഥ് മന്ത്രി ഇന്നിപ്പോ SFIയുടെ ഒരു പ്രതിഷേധ സമരത്തിൽ വല്ലാതെ വ്യാകുലപ്പെടുകയാണ്. നാട്ടുകാർ ശ്രദ്ധിക്കണം. വീണ ജോർജ് ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി വീടിന്റെ മുറ്റത്ത് പ്രതീകാത്മകമായി റീത്ത് വെച്ചിട്ട് പോയ വിഷയത്തിൽ ഒരു തരത്തിലുള്ള അപരിഷ്കൃതവും കാണാത്ത വിഷ്ണുനാഥിന് പൊടുന്നനെ കാലടി സർവകലാശാലയിലെ സംഘി VCയെ കഴിഞ്ഞ ദിവസം SFIക്കാർ പ്രതീകാത്മകമായി ശവസംസ്കാര ചടങ്ങ് നടത്തി പ്രതിഷേധിച്ചു. കേരളത്തിലെ വലതുപക്ഷ പൊതുബോധ നിർമ്മിതികൾ SFI ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ? ആര് ഇന്നലകളിൽ വീണ ജോർജിന് കൊണ്ടുവന്ന് റീത്ത് വയ്ക്കാമെങ്കിൽ ഇന്ന് SFI ചെയ്തു കഴിഞ്ഞാൽ അത് അപരിഷ്കൃതമാകുമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ പ്രവൃത്തിയെ തള്ളി പറയണ ഒരു കാര്യം നിങ്ങൾ ചോദിക്കാത്തൊരു കാര്യം കൂടി പറയുകയാണ്. ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോൾ ഞാനതിന്റെ വാർത്തകൾ വായിച്ചു. ഇന്നലെ ചില വിഷ്വൽസ് കണ്ടു. ഇവിടെ കാലടി സർവകലാശാലയിൽ വൈസ് ചാൻസലറെ പ്രതീകാത്മകമായി അവരുടെ ശവസംസ്കാരം നടത്തിയിരിക്കുകയാണ്. നമ്മളൊരു പ്രബുദ്ധ സമൂഹമാണ്. സമരം ചെയ്യാൻ എത്രയോ മാർഗങ്ങൾ നമുക്കുണ്ട്. ആരാണ് സമരം ചെയ്യുന്നതിന് എതിര് നിൽക്കുന്നത്? ഞങ്ങളെല്ലാം സമരത്തിൽ കൂടി വന്ന ആൾക്കാരാണ്. സമരം എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളെ ശവശരീരം പോലെ കിടത്തി അലമുറയിട്ട് കരഞ്ഞ് കർമ്മങ്ങൾ നടത്തി ഒക്കെ ചെയ്യുന്നത് അങ്ങേയറ്റം അപരിഷ്കൃതമാണ്. കേരളത്തിന്റെ സാംസ്കാരിക സമൂഹത്തിന് നാണക്കേടാണ്, അപമാനമാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടി CPMന്റെ വിവേകമുള്ള നേതാക്കന്മാർ ഈ പ്രവൃത്തിയെ തള്ളിപ്പറയണം. അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ നാട്ടിൽ സിനിമകളിൽ ഉൾപ്പെടെ പ്രതീകാത്മകമായിട്ട് ശവസംസ്കാരങ്ങൾ നടത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ? പ്രതിഷേധത്തിന്റെ ഭാഗമായി അവരൊന്ന് റീക്രിയേറ്റ് ചെയ്തു. അതിനെ നമ്മുടെ നാട്ടിലെ വലതുപക്ഷ നന്നാക്കികൾ ഉടനടി അപരിഷ്കൃതമായി പോയി. ഈ നാട്ടിൽ പ്രതിഷേധം ആർക്കെതിരെയും എന്ത് രൂപത്തിലും നടത്താവുന്നതാണ്. ഇന്നലകളിൽ MM മണി എന്ന മന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ നിറം വച്ചിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് കരടിയുടെ പടം വെച്ച് സമരം ചെയ്തവരൊക്കെ ഇന്ന് ഇറങ്ങി നിന്ന് SFIയെ നന്നാക്കാൻ വേണ്ടി പറയുന്ന വാചകങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയാനുള്ളത്, പ്രതിഷേധങ്ങളും സമരങ്ങളും ഓരോരുത്തർക്ക് താല്പര്യമുള്ള രീതിയിൽ ചെയ്യും. അത് VC ആയതുകൊണ്ട്, VC ആയാൽ അയാൾ എന്താ മനുഷ്യരല്ലേ? അയാൾ സംഘപരിവാർ വിധേയത്വം ചെയ്തു കഴിഞ്ഞാൽ ആ സർവകലാശാലയിൽ അയാൾക്ക് ചുമതലയുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അയാൾ സംഘപരിവാറിന് വേണ്ടി സർവകലാശാലയെ തന്നെ ചിതയൊരുക്കുന്ന കാര്യത്തെ അവർ പ്രതീകാത്മകമായി VC ചെയ്യുന്ന പ്രവർത്തനത്തെ VCയുടെ സംസ്കാര ചടങ്ങാക്കി മാറ്റി. അതിലൊന്നും വലിയ ഉത്കണ്ഠ രേഖപ്പെടുത്തേണ്ടതില്ല. പിള്ളേര് പ്രതിഷേധിച്ചു. അങ്ങ് ഡൽഹിയിൽ പിള്ളേര് പ്രതിഷേധിച്ച സമയത്തും ഇതേ വലതുപക്ഷ നിർമ്മിതികൾ കുട്ടികളുടെ ഭാവി നോക്കണ്ടേ? ഇങ്ങനെയൊക്കെയാണോ പ്രതിഷേധിക്കേണ്ടത്? പ്രധാനമന്ത്രിയുടെ ഇമാതിരി കാർട്ടൂണുകളൊക്കെ വരയ്ക്കാമോ? അദ്ദേഹത്തെ അധിക്ഷേപിക്കാമോ എന്ന് ചോദിച്ചത് ആ ഭാഗത്ത് പ്രധാനമന്ത്രി മാറി VC ആക്കിക്കൊണ്ട് ഇവരുടെ ആ പൊതുബോധ നിർമ്മിതിയെക്കുറിച്ച് നാട്ടുകാർ ഒന്ന് മനസ്സിലാക്കുക. VC ആയിരുന്നാലും ശരി, ഇനി VD സതീശനാണെങ്കിലും ശരി, ഈ നാട്ടിൽ വിമർശിക്കപ്പെടും. പ്രതിഷേധത്തിന്റെ ഭാഗമായി പലതരത്തിൽ പബ്ലിക് അറ്റൻഷൻ വരാൻ വേണ്ടി അവർ ഓരോ രീതി അവലംബിക്കും. അതിനെ ഒന്ന് നോക്കി ഉത്കണ്ഠ രേഖപ്പെടുത്താനോ അപരിഷ്കൃതമെന്ന് ചാർത്തിയാലോ നിർത്തേണ്ട കാര്യമില്ല. SFI പിള്ളേർ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളിക്കുന്ന രീതിയിൽ പ്രതിഷേധിച്ചു. അത് കൊണ്ടത് സംഘി VCക്കല്ല, കേരളത്തിലെ മന്ത്രിയായിട്ടുള്ള PC വിശ്വനാഥൻ എന്നുള്ള അത്ഭുതം കൂടി നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളത്തിൽ സംഘപരിവാറുകാരായിട്ടുള്ള VCമാർക്കെതിരെ പ്രതിഷേധിച്ചാൽ മന്ത്രിമാരായിട്ടുള്ള കോൺഗ്രസുകാരെന്ന് പറയപ്പെടുന്നവർക്ക് വേദനയുണ്ടാകുന്നത് എന്താണെന്ന് നാട്ടുകാർ ചിന്തിക്കേണ്ടതാണ്.